അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. നമ്മളെവിടെ പോയാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളമ്മയ്ക്കൊരു സമാധാനമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കാര്യത്തിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ. പുറത്തേക്ക് ചിലപ്പം പഠിക്കാൻ വേണ്ടിയായിട്ട് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ പഠനം കഴിഞ്ഞ് ജോലിക്കാവും പോയിട്ടുണ്ടായിരിക്കുക. അവരൊക്കെ തിരിച്ചു വരുന്നത് വരേക്കും അമ്മയുടെ ഉള്ളിൽ ആദിയാണെന്ന് പറയുന്നു. അച്ഛൻ വീട്ടിലില്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. പണിക്ക് പോകുന്ന സമയം രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമോ രാത്രിയോ അല്ലെങ്കിൽ അത് കഴിയുന്ന സമയം എപ്പോഴാണോ അതിൻ്റെ ദൂരവും കാലവും നോക്കി എത്തുന്ന സമയത്തിലും എത്തപ്പെടുന്ന സന്ദർഭത്തിലും മാറ്റമുണ്ടാകും. ചെയ്യുന്ന ജോലിയുടെ വൈകലുകളും അവിടെയുള്ള നിയമങ്ങളും വെച്ചുകൊണ്ട് അവിടുന്ന് വരുന്ന സമയങ്ങൾക്കും പ്രവർത്തിക്കുന്ന സമയങ്ങൾക്കും മാറ്റമുണ്ടാകും. ആയതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. ഇനി അമ്മയും അച്ഛനും പോകുന്ന വീടാണെങ്കിൽ കഥ വേറെയും മാറി. ഇവിടെ നമ്മൾ പറയുന്നത് അമ്മ എന്നുള്ളൊരു ആധിപത്യം എല്ലാം നിന്ന് കാണുന്നു, എല്ലാം നിന്ന് കേൾക്കുന്നൊരു പ്രകൃതിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തൻ്റെ അമ്മയാണ്, തൻ്റെ ജന്മം നൽകിയ അമ്മയാണെന്ന് ഉള്ളൊരു ബോധ്യവും അതും നമ്മൾ കണ്ടുകൊണ്ട് വിവരിക്കുന്നു. പെറ്റതും ഞാൻ തന്നെ, വളർത്തിയതും ഞാൻ തന്നെ, എടുത്തതും ഞാൻ തന്നെ എന്ന് പ്രകൃതി പറയുന്നു. പെറ്റതും വളർത്തിയതും ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ വളരുന്നത് സ്വയം വളരുമ്പോഴാണ് പ്രയാസങ്ങളിലേക്ക് എത്തുന്നതും ദോഷങ്ങളായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതും വേണ്ടാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതും സ്വയം വളരുന്ന സന്ദർഭത്തിലാണെന്നറിയണം. ആയതിന് അമ്മയ്ക്കും അച്ഛനും പങ്കില്ല. നമ്മൾ തേടുന്നതാണ് നമ്മളെ തഴയുന്നത്. നമുക്ക് നല്ല നേട്ടമുണ്ടാവണമെന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ട് നമ്മളൊന്നും തേടുന്നില്ല, ആയതൊന്നും കിട്ടുന്നുമില്ല. കിട്ടുന്നതെന്താണോ ആയത് തരംതിരിച്ച് കാണുവാനായിക്കൊണ്ട് നമ്മൾ ഒട്ടും ശ്രമിക്കുന്നുമില്ല. ഇതാണ് എൻ്റെ രീതി, ഇങ്ങനെയാവണം, ഞാൻ ഇതിലൂടെയാണ് പോകേണ്ടതെന്ന് അവൻ സ്വയം കണ്ടെത്തുകയും അപ്രകാരമുള്ള ഏതിലേക്കാണോ അവൻ തള്ളപ്പെടുന്നു അല്ലെങ്കിൽ ചെന്ന് വീഴപ്പെടുന്നു, അവിടെ ഇവനെ തിരുത്തുവാനോ നമ്മളെ തിരുത്തുവാനോ ആരുമില്ല. അവൻ ആയതിലൂടെയുള്ള വളർച്ചയ്ക്കും ആയതിലൂടെയുള്ള വിജയങ്ങൾക്കുമാണ് അവരെ ഉദ്ധരിപ്പിക്കുന്നത്. കൊടുക്കുന്നതും കഴിക്കുന്നതും അപ്രകാരമായിട്ടുള്ളതാവും, കിട്ടിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം അപ്രകാരമുള്ളതായിട്ടുള്ളതാവും. അവൻ പിന്നീട് എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ട് മനുഷ്യനെന്നോ കൂടപ്പിറപ്പുകളെന്നോ ഒന്നറിയാതെ കണ്ട് തങ്ങളിലേക്ക് അവൻ മറ്റുള്ളവരെയും കൂട്ടുന്നു, അടുപ്പിക്കുന്നു, ആയതിനു വേണ്ടി ശ്രമിക്കുന്നു, കാത്തിരിക്കുന്നു. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുവാനായിക്കൊണ്ട് അവൻ്റെ ബോധം നിരന്തരം അവനെ പിന്തുടരുന്നു. അത് സ്ത്രീയെയും പിടികൂടുന്നു, പുരുഷനെയും പിടികൂടുന്നു. ഒരുപാട് ദോഷങ്ങളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരല്പമെങ്കിലും ചിന്തിച്ചുകൂടെ, ഈ മാർഗമല്ല എൻ്റെത്, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കും ദോഷമാണ്, എൻ്റെ കുടുംബത്തിന് ദോഷമാണ്, എൻ്റെ അച്ഛനമ്മമാർക്ക് ദോഷമാണ്. അങ്ങനെ അച്ഛൻ വരുമ്പോൾ ചോദിക്കുന്നു, മകനെവിടെ മകളെവിടെ എന്ന് ചോദിക്കുന്ന പക്ഷം അവർ പുറത്തു പോയതാണ്, അവർ പഠിക്കാൻ വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ അവർ ചെറിയ ജോലിക്ക് വേണ്ടി പോയതാണ്. അച്ഛൻ ചോദിക്കുന്നു, എന്താണ് ഇപ്പം മക്കളെ ഒരവസ്ഥ? അമ്മയ്ക്ക് തൻ്റെ അച്ഛനോട് മക്കളുടെ അവസ്ഥ വിവരിക്കാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. അച്ഛനത് ചോദിക്കുമ്പോൾ അമ്മ മൗനം പൂണ്ടിരിക്കുന്നു.
ഇത് കാണുമ്പോൾ അച്ഛന് കാര്യം ബോധ്യപ്പെടുന്നു. മക്കൾ അമ്മയുടെ നിർദ്ദേശപ്രകാരമല്ല വളരുന്നത്. അമ്മ കാണിച്ചു കൊടുത്ത മാർഗമല്ല മക്കൾ സ്വീകരിക്കുന്നത് എന്നച്ഛന് ആ മൗനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്തേ ഇങ്ങനെ പിഴവുണ്ടായി, എന്തേ ഇങ്ങനെ മൗനം പാലിക്കുവാനായിക്കൊണ്ട് എന്താണുണ്ടായത്? മകൻ ഒരു മനുഷ്യനല്ലാത്തതായിട്ടുള്ള മനുഷ്യൻ്റെ കർത്തവ്യങ്ങളിലൂടെയല്ല മകൻ കടന്നു പോകുന്നത് എങ്കിൽ മകൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ കടന്നു പോകുന്നത്, കൂട്ടുകാർ കടന്നു പോകുന്നത്. ആയതിലെന്ത് പിഴച്ചു ഞാൻ? അമ്മ ഒന്നും പിഴച്ചില്ല. അച്ഛനോടമ്മ ചോദിക്കുന്നു, ഞാനെന്ത് പിഴച്ചു തമ്പുരാനെ? ആയതിൽ ഞാനെന്ത് പിഴപ്പിച്ചു മക്കളെ? അങ്ങ് അറിയുന്നില്ലേ എന്നെ? അങ്ങേക്കെന്നെ അറിയുന്നതല്ലേ? നമ്മുടെ മക്കളെ നല്ലതല്ലാത്തതായിട്ടുള്ള മാർഗങ്ങൾ കാണിച്ചു കൊണ്ട് നയിക്കുമോ ഞാൻ? അങ്ങക്കെന്നിൽ വിശ്വാസമില്ലേ എന്നമ്മ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയുടേതായിട്ടുള്ള ആ വിഷമത്തിൽ അച്ഛനും പങ്കുചേരുന്നു. നമ്മുടെ മക്കൾ നല്ലതായി വളരുവാനായിക്കൊണ്ടൊരുപാട് ആഗ്രഹമുണ്ട്. നമ്മളുടെ മക്കൾ മനുഷ്യനെന്ന മൂല്യം ഉദ്ധരിച്ചുകൊണ്ട് ആ നല്ലതായിട്ടുള്ള മാർഗങ്ങളിലൂടെ, നല്ലതായിട്ടുള്ള രീതികളിലൂടെ സഞ്ചരിക്കുന്നത് കാണുവാനായിക്കൊണ്ട് ആഗ്രഹമുണ്ട്. അവർ നല്ലത് ചെയ്തുകൊണ്ട് വളരുന്നത് കണ്ടുകൊണ്ട്, അവർ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വളരുന്നത് കാണുവാനായിക്കൊണ്ട് ആഗ്രഹമുണ്ട്. അവർ ധർമ്മിഷ്ഠരും ദാനശീലരുമായി കണ്ട് അവർ അപ്രകാരം ഉയരുന്നത് കാണുവാനായിക്കൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഭഗവാനെ, തമ്പുരാനെ, മക്കൾ നിലമറന്നു പോകുന്നു. മക്കൾ തൻ്റെ കർത്തവ്യം മറന്നു പോകുന്നു. അമ്മയെ കാണാതെ പോകുന്നു. ഒരുപാട് കണ്ട അമ്മയെ പോലും കാണാതെ പോകുന്നു. പിന്നെ അച്ഛനെക്കുറിച്ച് ഓർക്കുമോ അവർ എന്നമ്മ പറയും. അതാണ് ചിന്തിക്കണം ഓരോരുത്തരും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിത നിലവാരം തന്നെ താറുമാറാകുന്ന രീതിയിലുള്ള ഭരണഘടനകളും അഴിമതിയും, അഴിമതി ചെയ്യുന്നവർക്ക് കൂട്ടുനിൽക്കുകയും, ഏതൊക്കെ തലങ്ങളിലാണെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ആ തലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ മേഖലകളിലും എന്തെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നിലകൊള്ളുന്നത്, ആയതിലെല്ലാം ഒരു പടി പോരായ്മകളോടുകൂടി നിലകൊള്ളുന്നു. ആയതിൽ ഒരുപാട് അഴിമതികളും, ആയതിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുവാനായിക്കൊണ്ടൊരുപാട് ആളുകൾ ആയതിനു വേണ്ടി നിലകൊള്ളുന്നു. ഇതാണ് അവസ്ഥ. ഇത് കാണും നമ്മ എന്തു പറയണം? അച്ഛനായി നിലകൊള്ളുന്ന പ്രകൃതിയോട് എന്തു പറയണം? മക്കൾ വളരുന്ന വളർച്ച കാണുമ്പോൾ ഒരുപാട് ദുഃഖമെനിക്കുണ്ട്. എനിക്കെന്തേത് ചെയ്യാൻ പറ്റും? മക്കൾ നമ്മളുടേതല്ലേ? മക്കളെ നമ്മൾ എന്ത് ശാസിച്ചിട്ടും മക്കൾ നേരാവുന്നില്ല. മക്കളിൽ പലതും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടും മക്കൾ നേരാവുന്നില്ല.
രോഗങ്ങളായോ ദുരിതങ്ങളായോ പ്രയാസങ്ങളായോ നൽകിക്കൊണ്ടിരിക്കുന്ന അറിയിപ്പുകളൊന്നും അവരറിയുന്നില്ല. അതെല്ലാം സഹിച്ചുകൊണ്ടും അതെല്ലാം വീണ്ടും ആയതിൽ നിന്നും ഒന്നും അനുഭവിക്കാതെ കണ്ട് വന്നത് കഴിഞ്ഞില്ലേ, ഇനി വരുമ്പോൾ കാണാം എന്നുള്ള ഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. ജന്മം നൽകിയില്ലേ, ആരെ ശിക്ഷിക്കണം, ആരെ രക്ഷിക്കണം എന്നൊന്നുള്ളൊരു തരം എന്നിലില്ല. ഏവരും ഒന്നാണ്. പറഞ്ഞു കൊടുക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതുമെല്ലാം കാണിച്ചു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ആയതിൽ അവർ വീണ്ടും പിഴവ് കണ്ടെത്തിക്കൊണ്ട് ആയതിൻ്റെ ഉപരിയായി ആയതിനെ തഴഞ്ഞുകൊണ്ട് വേറെന്തോ മാർഗത്തിലൂടെ പോകുന്നതിൽ ഉത്തരവാദി അവർക്ക് തന്നെ, മക്കൾക്ക് തന്നെ എന്ന് പറയുന്നു. ഇതാണ് കഥ. എല്ലാ വിഷയങ്ങളിലും അത് നമ്മളെ വീട് മുതൽ, നമ്മളെ കുടുംബം മുതൽ, നമ്മളെ നാട് മുതൽ, നമ്മളെ സമൂഹം മുതലെല്ലാം കാണുന്നത് ആ വിഷയമാണ്. അച്ഛൻ പറയുന്നു, ഇനി എന്ത് വേണം, അമ്മയോട് ചോദിക്കുന്നു. അമ്മ പറയുന്നു, അങ്ങൊന്നിനും പോകരുത്, അങ്ങ് മക്കളുടെ മേലൊന്നും ചെയ്യരുത്, അവർ ബുദ്ധിയില്ലാത്തവരാണ്, അവർ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നു, വളരുന്നു, അങ്ങ് പെട്ടെന്നൊന്നും ചെയ്തു പോകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് അവരെന്ന് അമ്മ ബോധിപ്പിക്കുന്നു. അച്ഛൻ ചോദിക്കുന്നു, ഇതല്ലാതെ വേറെന്ത് മാർഗങ്ങൾ, പരിഹാരങ്ങൾ നമുക്ക് നമ്മുടെ മക്കളെ തിരുത്താം? തിരുത്തിയാലും അവർ ആ തിരുത്തുന്നതിലേക്ക് എത്തുമോ എത്താതിരിക്കുമോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ നമ്മളെ മക്കളെ തിരുത്തുവാനായിക്കൊണ്ട് നമുക്ക് ശ്രമിക്കാം. ആയവർക്ക് ആ തെറ്റ് ബോധ്യപ്പെടുന്നവരാരോ അവർ നമ്മളിലേക്ക് തന്നെ വന്നെത്തും. നല്ല മക്കളായി, നല്ല കുഞ്ഞുങ്ങളായി, നല്ല കുട്ടികളായി നമ്മളിലേക്ക് തന്നെ എത്തിപ്പെടും, നല്ലവരായി. അല്ലാത്തവർ, നല്ലതല്ലാത്തവരായി അവരതിലെ തന്നെ കിടന്ന് അതിലെ തന്നെ ഇരുന്ന് അതിൽ നിന്നും കുടിച്ചും അതിൽ നിന്ന് കഴിച്ചും അതിൽ നിന്ന് രചിച്ചും രമിച്ചും അതിൽ നിന്ന് ഉല്ലസിച്ചും അവർ തകർന്നടിഞ്ഞ് ആ കഷ്ടതകളോടും ദുഷ്ടതകളോടുകൂടിയും ദുരിതങ്ങളോടുകൂടിയും രോഗങ്ങളോടുകൂടിയും ശാപപാപങ്ങളോടുകൂടിയും നമ്മിലേക്കെത്തും. ആയത് എൻ്റെ മകനല്ല എന്നച്ഛൻ പറയും. അങ്ങനെ വരുന്നവർ എൻ്റെ മക്കളല്ല. എൻ്റെ മക്കളായി ഞാൻ അംഗീകരിക്കുന്നവൻ ഒരു മനുഷ്യൻ്റെ മൂല്യഗുണങ്ങളും ഗണങ്ങളും വെച്ച് ആരാധിച്ചു വർണ്ണിച്ചും വിവരിച്ചും അലങ്കരിച്ചും ആരാണോ വളരുന്നത്, ഉയരുന്നത്, ആയതവരാണ് എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നച്ഛൻ പറയുന്നു. ആരാണ് അച്ഛനും അമ്മയും? മാതാവാകുന്ന പ്രകൃതിയും പിതാവാകുന്ന പ്രപഞ്ചവും അച്ഛനാകുന്നതും അമ്മയാകുന്നതും അതുതന്നെയാണ് എല്ലാം ആകുന്നത്. അവിടെയാണ് എല്ലാം ചെന്നെത്തുന്നത്, വരുന്നതും വളരുന്നതും പോകുന്നതും ആയതിലേക്ക് തന്നെ. ഇത് നമ്മൾ ദൃശ്യമായി കാണുന്ന വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അദൃശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും
പഠിച്ചിട്ടുള്ളതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഗുണഗണങ്ങളും എല്ലാം അറിഞ്ഞും കേട്ടും അനുഭവിച്ചും വളർന്നതിൻ്റെ ഭാഗമായി, അറിഞ്ഞതിൻ്റെ ഭാഗമായി, കണ്ടതുകൊണ്ടും കൊണ്ടതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടിൽ നിന്ന് പറഞ്ഞു പോകുന്നു വിവരണങ്ങൾ. ഇവിടെ എന്ത് കിട്ടുന്നുണ്ടെങ്കിലും തൻ്റെ മക്കൾക്ക് കൊടുക്കുവാനായിക്കൊണ്ട് അമ്മ ശേഖരിച്ചു വയ്ക്കുന്നു. അമ്മയ്ക്ക് എന്ത് കിട്ടിയാലും അമ്മ അത് കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കൾ വരുമ്പോൾ ആ മക്കൾക്ക് കൊടുക്കണം എന്ന് വേണ്ടി അമ്മ ഒരുക്കി വയ്ക്കുന്നു. പുതുതായിട്ടുള്ളത് എന്തെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് മക്കൾക്ക് കൊടുക്കാതെ അമ്മ കഴിക്കാറില്ല, ഒന്നും തിന്നാറില്ല. ആയതുപോലെ തന്നെയാണ് വിഷയങ്ങൾ. എന്താണോ അതെന്തിനു കൊടുക്കുന്നു, അതെൻ്റെ മക്കൾ രുചിക്കട്ടെ, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, അവർ നല്ല രീതിയിൽ വളർന്നു വരട്ടെ, അവർക്കായിക്കൊണ്ട് ഉപദേശിക്കണം, കൊടുക്കണം. അതാണ്. ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓരോ ദിനവും അറിഞ്ഞവൻ ഓരോ ദിനവും അവൻ ജനിക്കുക തന്നെയാണ്, നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ നല്ലതായിട്ട് സ്വന്തമായിട്ട് കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ടാൽ നല്ലത് ചെയ്യുന്നതാരോ അവൻ വീണ്ടും വീണ്ടും ഓരോ ദിനവും ജനിച്ചു കൊണ്ടിരിക്കുന്നു. നല്ലതല്ലാത്തതായിട്ടുള്ള പ്രവൃത്തികളോ കർമ്മങ്ങളോ വെച്ച് ആരാധിച്ചും പൂജിച്ചും ആയത് ചെയ്തുകൊണ്ടും ആയതിലുള്ള വക്രവിക്രമങ്ങളെല്ലാം ചെയ്തു അവൻ ഓരോ ദിനവും മരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങളും മരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഓരോ ദിവസവും മനുഷ്യനെന്നുള്ള മൂല്യങ്ങളിൽ അവൻ മരിക്കുകയാണ്. മനുഷ്യൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയരുന്നവൻ ഉയരുക തന്നെയാണ്, വളരുക തന്നെയാണ്. ഇത് ശരീരം കൊണ്ടല്ല, മനുഷ്യനെന്നുള്ള ബോധം കൊണ്ട് അവൻ ഉയരുന്നു, വളരുന്നു. മറ്റവൻ അപ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവൻ ശരീരം കൊണ്ട് മാത്രമല്ല തകരുന്നത്, അവൻ്റെ കർത്തവ്യങ്ങൾ കൊണ്ടും അവൻ തളരുന്നു, തകരുന്നു, മരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എല്ലാവർക്കും ആലോചിച്ചാൽ അറിഞ്ഞുകൂടെ? എല്ലാവർക്കും ഈ വിഷയം തന്നെയല്ലേ നിലനിൽക്കുന്നത്? എന്തിനാണ് നമുക്ക് ജന്മം കിട്ടിയതിൽ നമുക്ക് എന്ത് പോരായ്മയാണ് ഉള്ളത്? നമ്മൾ കുറച്ച് വളർത്തി അച്ഛനും അമ്മയൊക്കെ അച്ഛൻ്റെ സഹായത്തോടു കൂടി അമ്മ നമ്മളെ വളർത്തി വലുതായപ്പോൾ നമുക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ടാണോ വേണ്ടാത്തതായിട്ടുള്ള മാർഗങ്ങൾ തേടിപ്പോയത്? വേണ്ടാത്തതായിട്ടുള്ള മാർഗങ്ങൾ പ്രവൃത്തിയിൽ മാത്രമല്ല, ചിന്തകളിലുണ്ട്, ആശയങ്ങളിലുണ്ട്, അനുഷ്ഠാനങ്ങളിലുണ്ട്, ആരാധനകളിലുണ്ട്, ഉപാസനകളിലുണ്ട്. നല്ലത് കുറച്ച് ചെയ്താൽ മതി, നല്ലത് കുറച്ച് ചെയ്താൽ മതി.
അതൊരുപാട് കൂടുതലായിക്കൊണ്ടെന്നിൽ വന്നു ചേരുന്നു. കുറച്ച് ചെയ്യുന്ന നന്മകളും കുറച്ച് ചെയ്യുന്ന പ്രവൃത്തികളും നല്ലതായിട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളും കുറച്ച് ചെയ്യുന്നത് ഒരുപാടായി എന്നിൽ വന്നു ചേരുന്നു എന്നമ്മ പറയുന്നു, എന്നച്ഛനും പറയുന്നു.